സമയം 8 മണിയാനായി. അപ്പം നമുക്കിവിടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ്, ഷോപ്പ് ക്ലോസ് ചെയ്യുന്നുള്ള. ഇനി ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. അപ്പം ഒരു ജസ്റ്റ് ചില്ലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2-3 പേർ മതി. ഇതും ബ്ലോഗിലിടും. ഇത് ഇവിടെ ഇതൊക്കെ ലീഗൽ മനുഷ്യ. ഇത് ഈ ഓഡിയോ ഒക്കെ അടക്കാൻ ആടുന്നത്. ബിയറൊക്കെ പറഞ്ഞാൽ ഇവിടെ ആൽക്കഹോൾ ഫ്രീ ആണ്. ഇവിടുത്തെ ബിയർ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഫ്രീ ആണ്. അപ്പം സാധാരണ എല്ലാവരും ട്രക്കിലൊക്കെ വരുന്നവരെല്ലാവരും ഒരു കേസ് ബിയറുമായിട്ടാണ് നമ്മളെ വീക്കെൻഡ് ആകുമ്പോൾ വരല്ലേ. നമ്മൾ ജസ്റ്റ് ചില്ലാക്കാൻ വേണ്ടി 1-2 ബിയർ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഫുൾ ഇവിടെ ഒരു ഏരിയ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ബിയേഴ്സ് ആട്ടോ. കളക്ഷൻ ഓഫ് ബിയേഴ്സ്. ഏത് കമ്പനി വേണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത്രയും ബിയേഴ്സ് ഉണ്ട്, ഇത്രയും ഡിഫറെൻറ്റ് കമ്പനീസ് ഓഫ് ബിയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ലിക്കറും അതേപോലെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രിങ്കും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സാറ് കഴിക്കുന്നുണ്ടോ, സാറ് കഴിക്കുന്ന സാധനത്തിൻ്റെ ഡ്രിങ്കിൻ്റെ പേരെന്തായിരുന്നു? സാറ് ഒരു എനർജി ഡ്രിങ്ക് കഴിക്കുന്നതാണ്. നമ്മളെ സാറ് എന്ത് ചെയ്യാറുണ്ട്, ഡെയിലി രാവിലെ 2 ഡ്രിങ്ക് ആരെക്കൊണ്ടേ മേടിപ്പിച്ചിട്ട് സാർ എന്ത് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ ഉറക്കവും വേണ്ടി സാറ് കഴിക്കുന്നുണ്ട് കേട്ടോ. 3 പേരാണ്, തംസൽവൻ, വിജയേട്ടൻ ആൻഡ് ജിൻഡോ ജോസ്. നമ്മുടെ 3 മലയാളീസ് അല്ല, തമിഴും മലയാളി. ഓക്കെ, അപ്പോൾ അവർ പർച്ചേസ് കഴിഞ്ഞ് ഏകദേശം ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാം. എന്താ വാങ്ങുന്നത് നോക്കാം. ഇതാ വാലറ്റ്സ് ഉണ്ട് കേട്ടോ. ആർക്കും പാസ്പോർട്ടൊക്കെ വാലറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആരെയും വാലറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ നാട്ടിൽ. ഇത് ഞാൻ മേടിച്ചു. ഇതിന് 400 രൂപ ഓൺലൈനിൽ. നോട്ടെ കാണിക്ക്. ഈ പാസ്പോർട്ട് വാലറ്റ് 400 രൂപ. ഇതിലും കുറച്ചുകൂടി നല്ലതുണ്ട് കേട്ടോ. സെയിം കമ്പനീൻ്റെ ഫുൾ കവർ ചെയ്യുന്ന ടൈപ്പ് എന്തുണ്ട്, അതിന് 550 ഓൺലൈനിൽ. ഞാൻ വരുമ്പോൾ മേടിച്ചത്. സ്വതേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയാത്തത് കൊണ്ട്. ഇതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ ഇവിടെ നമ്മൾ സെൽഫായിട്ട് എടുക്കുക, നമ്മളവിടെ കൊണ്ടുപോകുക, സെൽഫായിട്ട് അല്ല ബില്ല് ചെയ്യുക. നമ്മൾ ഓരോന്ന് ബില്ലിങ് നമുക്ക് ബില്ല് കാണിക്കും, നമ്മൾ എത്ര ടോട്ടൽ എമൗണ്ട് നോക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂറോ കൊടുക്കുക. അതേപോലെ യൂറോനെ നമുക്ക് ചെറിയ പൈസ നമ്മൾ പറയുന്നത് ഐ തിങ്ക് യൂറോ സ്ലോട്ട് ചെയ്യുന്നു. എന്തായാലും പറയുക, പോയിന്റ്സിന് എന്താ പറയുക, പോയിന്റ് വാല്യൂ എന്താ പറയുക, യൂറോ അല്ലാതെ ചെറിയ സെൻറ്റ്. അതായത് നമ്മൾ 100 സെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു യൂറോ എന്ന് പറയുന്നത്. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, സെൻറ്റ് കിട്ടും. സെൻറ്റും യൂറോസും കോയിൻസ് കിട്ടും. 10 യൂറോൻ്റെ കോയിൻ ഉണ്ട്. ഐ തിങ്ക് 20 യൂറോൻ്റെ കോയിൻ വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 5 യൂറോ 2 യൂറോ കോയിൻസൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ സെൻറ്റ് അവിടെ നേരം ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല, അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ മെയിൻ ബന്ന് ബ്രെഡൊക്കെ ആയിട്ടോ നമ്മളെ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ അധികം കഴിക്കുന്നത്. ഓക്കെ, ഇത് അച്ചാറാണോ, പിക്കിൾ? ഇവിടെ നമുക്ക് കെച്ചപ്പ്, മയോണൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഷെൽഫിലുള്ളത് കേട്ടോ. കെച്ചപ്പ്, മയോണൈസ് അങ്ങനത്തെ സാധനങ്ങൾ. ഈ സൈഡിൽ അതേപോലെ കിഴക്കുകളുണ്ട്. കിഴക്കിനൊക്കെ 5 യൂറോ, നമ്മുടെ നാട്ടിൽ 500 രൂപയാണ് കിഴക്കിന്. കേക്ക്, അതായത് നമ്മുടെ ക്രിസ്മസ് കേക്ക് അങ്ങനത്തെ ഒക്കെ നമുക്ക് പൈസ കുറവാണ് കേട്ടോ. ഏകദേശം 5 യൂറോ 10 യൂറോ. കേക്ക് വലിയ പൈസ അല്ല, അത്യാവശ്യം ചീപ്പാട്ടോ. 500 രൂപയൊക്കെ ഉള്ളൂ. അതേപോലെ ഫ്രൂട്ട്സ് എല്ലാം കിട്ടും കേട്ടോ. ഫ്രൂട്ട്സ് ആപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, അതേപോലെ മുന്തിരി, എവരിത്തിങ്. അത് ഞാനും ഇതിൽ പെട്ടില്ലേ. പിന്നെ പാല് ഇട്ടോ. പാല് ഇവിടുത്തെ ഒരു ഡെയിലി റൊട്ടീൻ. നമ്മൾ എല്ലാ ദിവസവും ഒരു 2 ഗ്ലാസ് പാലിനെ കുടിക്കും. പാല് നമ്മൾ ഡെയിലി മേടിക്കും. ഓക്കെ, റെഡ് ബുൾ കേട്ടോ. സാറ് ഡെയിലി 2 റെഡ് ബുൾ കഴിക്കാറുണ്ട്. നമ്മളെ ഉത്തർപ്രദേശിലെ സാറ് ഡെയിലി 2 റെഡ് ബുൾ കഴിച്ചിട്ടാണ് നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോൾ ഒക്കെ എന്ത് ചെയ്യാറ്. സാറിനൊരു എനർജി കിട്ടാൻ വേണ്ടി സാർ എനർജി ഡ്രിങ്കായിട്ട് സാർ യൂസ് ചെയ്യുന്നത് റെഡ് ബുള്ളാണ് കേട്ടോ. റെഡ് ബുൾ ഐ തിങ്ക് ഒരു പർച്ചേസ് ഏകദേശം കഴിയാനായി. ജിൻഡോ ചേട്ടൻ വഴിയാട്ടോ നമ്മൾ പോകുന്നു. യെസ്, ആൻറ്റി ഡാൻഡ്രഫാണ് ആര് ചോദിച്ചത്? പ്രസാദായിരുന്നു ചോദിച്ചത് ആൻറ്റി ഡാൻഡ്രഫ് ഉണ്ടോ നോക്കി. നിങ്ങൾ അത് ഹിമാലയ മൂപ്പര് അയച്ചത്. ഹിമാലയ ഇന്ത്യ കമ്പനി നമുക്ക് ഇവിടെ കിട്ടില്ല. ആണോ?
എയർപോർട്ട് പോക്കി. ഓ ഐ സി. അണ്ണൻ കഴിക്കാൻ എന്താ മേടിച്ചിട്ടുണ്ട് വരുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് ബ്രോ? ഓ ഐ സി. സം കൈൻഡ് ഓഫ് ബ്രെഡ് ഈസ് സെൽവൻ ജി വാങ്ങിയിട്ടുണ്ട്. ഇവരെ പർച്ചേസ് നടക്കട്ടെ കേട്ടോ. അല്ലേ നല്ല കൂട്ടുകാർ? ആ, ഐ വിൽ ഷെയർ മൈ ലിങ്ക്. യു ഷെയർ ടു ദ ഓൾ ഗൈസ്. ഒരു ആൻറ്റി ഡ്രാൻഡ്രഫ് ജെല്ല് കിട്ടും. ഇവിടുത്തെ വെള്ളത്തിൽ ക്ലോറിൻ ഉണ്ട്. ആ ക്ലോറിൻ ഉള്ളത് കൊണ്ട് ഇവർ ആൻറ്റി ഡാൻഡ്രഫ് ജെല്ല് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. രണ്ടുപേരും എല്ലാവർക്കും ഉണ്ട് കേട്ടോ പ്രശ്നം. ഞാനും ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. നമുക്ക് നമ്മളവിടെ ലേഡീസ് ഐറ്റംസാ. യെസ് പറയൂ അണ്ണാ. ആ ബ്രെഡ് അവിടെ കണ്ടവനുണ്ടല്ലോ. ബ്രെഡ് ഒരു കേസിന് വാങ്ങിച്ചിട്ടുണ്ടാവില്ലോ അവർ. ബ്രെഡിനാ അവർ? ആ ബ്രഷില്ലേ, പല്ലിക്കുന്ന ബ്രഷിന് എത്രയാണ് വില? 4 ഇവിടെ 169 രൂപ കേട്ടോ. 4 ബ്രഷിന് 169 രൂപ. ബ്രഷ് ചില സ്ഥലത്ത് ഭയങ്കര റേറ്റ് കേട്ടോ. 400 രൂപയ്ക്കാണ് 2 ബ്രഷിന് ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്, പല്ല് വയ്ക്കുന്ന ബ്രഷിന് അവർ വാങ്ങിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ എന്ത് ചെയ്യാം, ബ്രഷൊക്കെ ആയിട്ട് വരിക. 2-3 ബ്രഷുമായിട്ട് വരുന്നതാണ് നല്ലത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൊല്ലത്തേക്ക് ബ്രഷ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഒരു ബില്ലിങ്ങിലേക്ക് കയറി കേട്ടോ. ഇവിടെ തന്നെ അത് ഡ്രിങ്ക്സ് ഇതാ ബില്ലിങ്ങിൽ തന്നെ നമുക്ക് എന്ത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്താണ് ബീഫർ ലണ്ടൻ. ഇതിന് വരുന്നത് എന്ന് പറയുന്നത് എത്രയാണ്, 20 യൂറോ കേട്ടോ. 2000 രൂപ കേട്ടോ ബീഫർ ലണ്ടറിന്. ലണ്ടറിൻ്റെ പൈസ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഇവർ ബില്ല് ചെയ്തുകൊണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബില്ലിംഗ് സിസ്റ്റം. നമ്മളിവിടെ വെച്ച് കൊടുത്താൽ സാധനം അവിടെ പോകും. ഏതാണ് ബില്ലിംഗ്. എത്ര യൂറോയാ? 6.7. ഇച്ചിരി ക്യാമറ അല്ല, ക്യാമറ ഷൂസ് നത്തിനകത്ത്. ഓക്കെ, ക്യാമറ അലൗഡാണോ നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മളങ്ങ് വീഡിയോ എടുത്ത് തുടങ്ങിയ കേട്ടോ. ഇത് എസ്പ്രസ്സോ കോഫി മെഷീൻ. ഓക്കെ, അവർ ബില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് ഇറങ്ങി നടന്നതാണ്. ഇവിടെ ഇത് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതൊന്നും അറിയില്ല, നമ്മളൊന്നും ചോദിച്ചിട്ടില്ല. നമ്മളങ്ങ് എടുത്തതാണ് വീഡിയോ. ഇറ്റ്സ് ലീഗൽ ഓർ ഇല്ലീഗൽ, ഐ ഡോണ്ട് നോ ആക്ച്വലി. ഇല്ലീഗലാന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അതിന് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകതയാണ്, ഏത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിലും അത് അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ടാവും, ഒരു ബാർ ഉണ്ടാവും കേട്ടോ. അത് ഇവിടുത്തെ യൂറോപ്യൻ കൾച്ചറിലൊരു പ്രത്യേകതയാണ്. എന്ത്, നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാലും അവർ ചില്ലാക്കാൻ വേണ്ടി നമുക്ക് എന്തുണ്ടാവും, ഒരു സോറി ഓക്കെ, അതൊരു പ്രത്യേകതയാണ്. ഞാൻ അതിൽ കാറിൽ ആളെ കണ്ടില്ല, കാറിൽ 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് കണ്ടത് കാറിൽ 2 ആൾ. ഓക്കെ, അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചത്. അവിടെ എന്തോ ഒരു കമ്പനി ഉണ്ട് കേട്ടോ, സ്റ്റിൽ കർണ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അത് ഞാൻ പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞത് ഇതാണ് നമ്മളെ സ്പാർ സൂപ്പർ മാർക്കറ്റ്. സ്പാർ ഗൈസ്. ഓക്കെ, ഇവിടെ സമയം രാത്രി 8 മണിയാണ് കേട്ടോ. ഇപ്പം 8 മണി. ഓക്കെ, ഇത് സ്ലാറ്റിന എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. സ്ലാറ്റിന എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത് ഈ സ്പാർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അവർ ബില്ലൊക്കെ മേടിച്ചു, പർച്ചേസ് കഴിഞ്ഞത്. അവർ 3 പേര് അവിടെ ഉണ്ട് കേട്ടോ. ജിൻഡോ ജോസ് ചേട്ടൻ, വിപിൻ ചേട്ടൻ ആൻഡ് തമിഴ് സെൽവൻ. ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, എത്ര യൂറോ ആക്കി മൊത്തം പൊട്ടിച്ച്? 1000 രൂപ പൊട്ടിച്ചു ഗൈസ്. വരിപ്പോൾ യൂട്യൂബർക്കാർ തട്ടിയിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളെ ഞാൻ ഫേമസ് ആക്കുന്നു. അപ്പോൾ പർച്ചേസ് ഒക്കെ ഞാൻ തിരിച്ചു പോട്ടോ. നമുക്കിന് 400-500 മീറ്റർ നടക്കാനുണ്ട്.
ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഏകദേശം 8 മണി കഴിഞ്ഞു. ഏകദേശം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. അപ്പോൾ ഇനി ഇരുടായിരിക്കും. ഓക്കെ, സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ.